നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ 29ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഭാരതത്തിലെ അറിയപ്പെടുന്ന ഒരു സന്യാസിനിയെ കുറിച്ചിട്ടാണ്. മായമ്മ. സേലത്ത്, തമിഴ്നാട്ടിൽ ഏകദേശം ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ ക്ഷേത്രങ്ങളും അവരുടെ ഫോട്ടോകളും ആരാധനാക്രമങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ്. ഞാൻ 2 തവണ കന്യാകുമാരിയിൽ പോയപ്പോഴും അവരെ നേരിൽ കാണാനുള്ള സാഹചര്യമുണ്ടായി. അവിടുത്തെ കടക്കാർ അവരെപ്പറ്റി പറയുന്നതും അവരെ കൊണ്ട് ഉപജീവനം കഴിയുന്ന കുറേയധികം മനുഷ്യരും അവരുടെ ജീവിതത്തെ മനസ്സിലാക്കാനും അവരുടെ അനുഗ്രഹം വാങ്ങാനും വേണ്ടി എത്തുന്ന നിരവധി വിദേശികളും അങ്ങനെ സമ്പന്നമായ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അവരെ 2 തവണ കന്യാകുമാരി സന്ദർശിച്ച അവസരത്തിൽ കാണാനിടയാവുകയും അമ്പലത്തിൻ്റെ ഇടതുവശത്ത് അവരും കുറേ പട്ടികളും കുറേ മനുഷ്യരും ഒക്കെ കൂടിക്കുഴഞ്ഞിരിക്കുന്ന ഒരു രംഗമാണ് എൻ്റെ മനസ്സിൽ. കന്യാകുമാരിയിലും മറ്റും അവരുടെ ക്ഷേത്രങ്ങളും അവരുടെ മണ്ഡപങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കെന്തോ ഒരു ദൈവികമായ കഴിവുണ്ടെന്ന് ആയിരക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്നു. അത് അവരവരുടെ അനുഭവങ്ങളിൽ നിന്നാവാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കടലിൽ അവർ 4 കിലോമീറ്റർ ദൂരത്തോളം നീന്തുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പലരും പറയുന്നു. അവരിലൊരു ദൈവിക സാന്നിധ്യമുണ്ട് എന്ന് കരുതി അവരുടെ ഫോട്ടോകൾ ഓരോ കടകളിലും വെച്ച് പൂമാലയിട്ട് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അറിവുകേടോ എന്തോ എനിക്കറിയില്ല. പക്ഷേ വിദേശികൾ പോലും ഞാനന്ന് കാണുന്ന അവസരത്തിൽ ഒരു 25 പേരോളം അന്ന് അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ആ ഓർമ്മകളാണ് ഞാൻ ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ കാണുമല്ലോ. നന്ദി, നമസ്കാരം.